അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മഹാനായ ഇമാം ഷാഫിഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കി. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കി. ഇൽമിന്റെ ഒന്നാമത്തെ തദറുജ്, ഒന്നാമത്തെ ഘട്ടമെന്നുള്ളത് ഖുർആനിന്റെ ഹിഫ്ളാണ്. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം പഠിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഖുർആനുമായി ബന്ധം പുലർത്തി. പിന്നീട് ഇമാം മാലിക്കിന്റെ മുവത്ത അദ്ദേഹം പഠിച്ചു. 40 വർഷത്തോളമുള്ള ഇമാം മാലിക്കിന്റെ പ്രയത്നമാണ് യഥാർത്ഥത്തിൽ ഇമാം മുവത്തയിലെ ഹദീസുകൾ അദ്ദേഹം ഹിഫ്ളാക്കി. അത് മുഴുവൻ അദ്ദേഹം പഠിച്ചെടുത്തു. 9-ാമത്തെ വയസ്സോടുകൂടെ മുവത്ത അദ്ദേഹം ഹിഫ്ളാക്കി. ഇമാം മാലിക് മുവത്ത രചിക്കുന്ന കാലഘട്ടത്തിൽ അതേ പേരിൽ വേറെയും ഗ്രന്ഥങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞു, ഈ പേര് തന്നെ ഇനി വേണ്ടതുണ്ടോ, മറ്റൊരു പേര് സ്വീകരിച്ചുകൂടെ? ഇമാം മാലിക്കിന്റെ മറുപടി, മകാന ലില്ലാഹി യബ്ഖ, അള്ളാഹുവിനു വേണ്ടിയുള്ളത് ബാക്കിയാകും, അള്ളാഹ്ക്ക് വേണ്ടിയുള്ളത് ബാക്കിയാകും. ഇന്ന് നോക്കൂ, ഇന്ന് ലോകത്ത് ബാക്കിയായ മുവത്ത ഏതാണ്? ഇമാം മാലിക്കിൻ്റെതാണ്. എന്തുകൊണ്ട്? അത് അള്ളാഹുവിനുള്ളതാണ്. ഇമാം നബവി 40 ഹദീസുകൾ ക്രോഡീകരിക്കുമ്പോൾ വേറെയും ആളുകൾ 40 ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ബാക്കിയായത് ഇമാം നബവിയുടേതാണ്. എന്തുകൊണ്ട്? അതിൽ ഇഖ്ലാസിന്റെ തൂക്കമുണ്ട്. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഒരു കിതാബ് എഴുതുമ്പോൾ, ഒരു കിതാബ് വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിനാണോ? നമ്മൾ ചെയ്യുന്നത് റബ്ബിന് വേണ്ടിയാണോ? ഇഖ്ലാസ് ഉണ്ടോ? എങ്കിൽ അത് ബാക്കിയാകും, അത് നിലനിൽക്കും. ഒരു പ്രശസ്തി, ഒരു പ്രശംസ, ഒരു നല്ല വാക്ക്, ഭൗതികമായ വല്ലതും കൊതിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ, പ്രിയമുള്ളവരെ, അത് ഈ ദുനിയാവോടുകൂടെ തീരുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇമാം ഷാഫി അറിയുകയാണ്, മദീനയിൽ ഇമാം മാലിക് ഉണ്ട്. മദീന കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇമാം മാലിക്കിന്റെ ദർസുകൾ നടക്കുന്നത്. ഇമാമു ദാരിൽ ഹിജ്റ, മദീനയിലെ ഇമാം എന്ന പേരിലാണ് ഇമാം മാലിക് അറിയപ്പെട്ടത്. ഹിജ്റയുടെ 163 ഇമാം ഷാഫി അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെടുകയാണ്. മക്കയിൽ നിന്നുള്ള ഒരു ഗവർണറുടെ കത്തുമായിട്ടാണ് പോകുന്നത്. 13 വയസ്സുള്ള ഒരു കുട്ടി. എന്താണ് ആ കത്തിലുള്ളത്? ഈ വരുന്നത് മുഹമ്മദ് ബിൻ ഇദ്രീസ് ചെറുപ്പത്തിൽ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്, മുവത്ത പഠിച്ചിട്ടുണ്ട്, ഇനി നിങ്ങളുടെ കീഴിൽ പഠിക്കണം, അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കണം എന്ന ആ കത്തുമായിട്ടാണ് മദീനയിലേക്ക് ഇമാം ഷാഫി പോകുന്നത്. മദീനയിലെത്തി മദീനയുടെ ഗവർണർക്ക് കത്ത് കൈമാറി. കത്ത് ഇമാം മാലിക്കിന് കൊടുക്കണം. ഇമാം മാലിക്കിന്റെ അരികിലേക്ക് ചെല്ലാൻ മദീനയുടെ ഗവർണർക്ക് പേടിയാണ്. ഇമാം മാലിക് നല്ല തണ്ടും തടിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല. പക്ഷേ അറിവിന്, ഇൽമിന് അതിൻ്റെതായ ഒരു ഗാംഭീര്യമുണ്ട്. അങ്ങനെ വലിയ ഗാംഭീര്യമുള്ള ആളുകൾ അരികിലേക്ക് വന്നു നിൽക്കാൻ പേടിക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാനായ ഇമാം മാലിക്. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇമാം ഷാഫിയോട് ഗവർണർ പറഞ്ഞു, കാര്യം നിങ്ങൾ തന്നെ അവതരിപ്പിക്കണം. ഇമാം മാലിക്കിന്റെ വീട്ടിൽ ചെന്നു, വാതിൽ മുട്ടി. ഫത്വ ചോദ്യം ചോദിക്കാനാണ് എങ്കിൽ നിങ്ങൾ എഴുതി നൽകുക, മസ്ജിദിൽ നിന്ന് അതിന് ഉത്തരം നൽകും. വന്ന ആള് അതാണ് ഗവർണറോട് പറഞ്ഞത്. ഇമാം മാലിക്കിന്റെ രീതി അങ്ങനെയാണ്, മസ്ജിദിൽ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നത്തെ കാലം പോലെയല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഫത്വക്ക് വേണ്ടി വരും. ആ ഫത്വ കിട്ടുന്നത് വരെ അവരവിടെ കാത്തിരിക്കും. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടുക. അപ്പൊ അതുവരെ അവരവിടെ പ്രതീക്ഷിച്ച് ഇൽമ് ആഗ്രഹിച്ച് അങ്ങനെ വരുന്നവരാണ്. പ്രത്യേകിച്ച് ഇമാം മാലിക്കിന്റെ സരസിലേക്കൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്
ആളുകൾ ഫത്വ അന്വേഷിച്ച് ചോദിച്ചു വന്നിട്ടുണ്ട്. ആ വന്ന ആളുകളോട് ലാ അതിരി, എനിക്കറിയില്ല എന്ന് പറയാൻ ഇമാം മാലിക്കിന് പല മസാലകളിലും മടിയുണ്ടായിട്ടില്ല. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തു പറയും തിരിച്ച് നാട്ടിൽ ചെന്നിട്ട്? അത്രയും സുദീർഘമായ യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. ഇമാം മാലിക് അവരോട് പറയുക, ഇമാം മാലിക് പറഞ്ഞിരിക്കുന്നു ലാ അതിരി, ഇമാം മാലിക്കിന് അറിയില്ല എന്ന്. അവരുടെ ഒരു വിനയം, പണ്ഡിതന്മാരുടെ വലിയ മാതൃകയാണ് അത്തരം വിഷയങ്ങളിൽ നമുക്ക് കാണുന്നത്. അറിയാത്ത വിഷയങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഏതു പ്രദേശമാണ്, ഏതു ഭാഗങ്ങളാണ്? ലാ അതിരി എന്നാണ് റസൂലുള്ളാഹിയുടെ മറുപടി. നമ്മളോട് ചോദിച്ചാലോ, മക്കയാണ്, മദീനയാണ്, മസ്ജിദുൽ അഖ്സയാണ്. നമ്മളിങ്ങനെ ഗവേഷണം നടത്തിയിട്ട് പറയും. മതപരമായ കാര്യങ്ങളിൽ പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇമാം മാലിക്കിന്റെ അരികിലേക്ക്, വീട്ടിലേക്ക് എത്തുന്നു. ഇരിക്കാൻ കസേര നൽകുന്നു. വാലി, ഗവർണർ ആ കത്ത് ഇമാം മാലിക്കിന്റെ കൈകളിലേക്ക് നൽകുന്നു. നൽകുന്ന സമയത്ത് കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട്, പേടിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇമാം മാലിക് ആ കത്തെടുത്തു. ആ കത്ത് ഇമാം മാലിക് കീറിക്കളഞ്ഞു. ശുപാർശ കൊണ്ടല്ല ഇൽമ ലഭിക്കേണ്ടത്. ഇൽമ ലഭിക്കണോ, അതിന് അഹ്ലിയത്ത് ഉണ്ടാകണം, അതിനുള്ള യോഗ്യത ഉണ്ടാകണം. ഇൽമ സ്വീകരിക്കാനുള്ള യോഗ്യത ഉണ്ടാകുമ്പോഴാണ് ഇൽമ ലഭിക്കുക. കുട്ടിയോട് പേര് ചോദിച്ചു. ഇമാം ഷാഫി മറുപടി പറഞ്ഞു, മുഹമ്മദ് ബിൻ ഇദ്രീസ്. ഇമാം മാലിക് അടുത്ത ചോദ്യം, ഇൽമുമായുള്ള നിന്റെ ബന്ധം എന്താണ്? ഇമാം ഷാഫിയുടെ മറുപടി, വ ഇന്നി ലഅതമന്ന അൻ യകൂന ജസദി കുല്ലുഹു ഉദ്ൻ. ഇൽമു കേൾക്കുമ്പോൾ എന്റെ ശരീരം മുഴുവൻ ഉദ്നായിരുന്നെങ്കിൽ, ചെവിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. രണ്ടാമത്തെ ചോദ്യം, കൈഫ ഹിർസുക് അലൽ ഇൽം. ഇൽമിനോടുള്ള നിന്റെ താല്പര്യം എങ്ങനെയാണ്? എങ്ങനെയാണ് ഇൽമ അന്വേഷിക്കുന്നത്? എങ്ങനെയാണ് ഇൽമ തേടുന്നത്? കഹിർസിൽ ഉമ്മി അല്ലദി ളയ്യഅത് തിഫ്ലഹാ. കുട്ടിയെ കാണാതായ ഉമ്മ തിരയുന്നത് പോലെ. ഇതിനേക്കാൾ വലിയൊരു ഉപമയുണ്ടോ? ഒരു കുഞ്ഞിനെ കാണാതായാൽ ആ ഉമ്മ എങ്ങനെ തിരയും? കുഞ്ഞിനെ കാണാതായാൽ ആ ഉമ്മ, ഇനി കുറച്ചു നേരം വിശ്രമിക്കാം, എന്നിട്ട് നാളെ നോക്കാം എന്ന് ഏതെങ്കിലും ഒരു ഉമ്മ പറയോ? ഇല്ലല്ലോ. ഉറക്കമുണ്ടെങ്കിലും, ക്ഷീണുണ്ടെങ്കിലും, വിശപ്പുണ്ടെങ്കിലും ഇരിക്കില്ല. അവരോടിക്കൊണ്ടേയിരിക്കും. ചുറ്റുഭാഗവും ഒരു പരതും. എവിടെയെങ്കിലും എന്റെ കുട്ടിയുണ്ടോ, എവിടെയെങ്കിലും എന്റെ മോനുണ്ടോ? ക്ഷീണം പ്രശ്നമാകൂല, വിശപ്പ് പ്രശ്നമാകൂല, ഉറക്കം പ്രശ്നമാകില്ല, ഒന്നും പ്രശ്നമാകൂല. അവർക്ക് ഒറ്റ പ്രശ്നം ഉണ്ടാവുള്ളൂ, കുട്ടിയെ കണ്ടെത്തണം. അതുപോലെ കുഞ്ഞിനെ കാണാതായ ഉമ്മ കുഞ്ഞിനെ തിരയുന്നത് പോലെ ഞാൻ ഇൽമിനെ തിരയുന്നു. എവിടെയെങ്കിലും വിജ്ഞാനമുണ്ടോ എന്ന്. അതിലെനിക്കുറക്കം, അതിലെനിക്കെന്റെ വിശപ്പ്, അതിലെനിക്കെന്റെ ക്ഷീണം ഒന്നും എനിക്ക് വിഷയമല്ല. എന്റെ വിഷയം ഇൽമാണ് എന്ന് ഇമാം ഷാഫി മറുപടി നൽകുന്നു. ഖുർആൻ പഠിച്ചോ എന്ന് ചോദിക്കുന്നു. അതേ എന്ന് ഉത്തരം പറയുന്നു. മുവത്ത അറിയുമോ എന്ന് ചോദിക്കുന്നു. അക്സറു മിമ്മൻ കതഫ്. എഴുതിയ ആളെക്കാൾ എനിക്കറിയാം എന്ന് ഇമാം ഷാഫി മറുപടി പറയുന്നു. മുവത്തയുടെ തർത്തീബ് അതൊക്കെ കൃത്യമായി ഇമാം ഷാഫി പഠിച്ചിട്ടുണ്ട്. ഇമാം മാലിക്കിന്റെ മുന്നിൽ ഇമാം ഷാഫി അദ്ദേഹം മുവത്ത വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുന്നു. ആ വായന കേട്ട് ഇമാം മാലിക്കിന്റെ കണ്ണ് നനഞ്ഞു. ആഴമേറിയ വിജ്ഞാനമുള്ള ഒരു വലിയ പണ്ഡിതൻ, ഒരു വലിയ വൈജ്ഞാനിക ഗോപുരം, അങ്ങനെ ഒരു മനുഷ്യൻ വായിക്കുന്നത് പോലെ മനോഹരമായി ഇമാം ഷാഫി വായിക്കുന്നു. ഇമാം ഷാഫിയെ ഇമാം മാലിക് സ്വീകരിച്ചു, ഉപദേശങ്ങൾ നൽകി. രഹസ്യത്തിലെ തെറ്റുകളെ സൂക്ഷിക്കണം എന്ന ഉപദേശം നൽകി. അദ്ദേഹത്തിന്റെ വഫാത്ത് വരെ, മരണം വരെ ഇമാം ഷാഫിയെ ചേർത്തു പിടിച്ചു. ഹിജ്റയുടെ 179 വരെ ഇമാം മാലിക്കിൽ നിന്ന് ഇമാം ഷാഫി അദ്ദേഹം പഠിച്ചു, അറിവ് നേടി. അതിനുശേഷമാണ് ഇമാം മാലിക്കിൽ നിന്ന് ഇമാം ഷാഫി മാറിപ്പോകുന്നത്. മരണത്തോടുകൂടെയാണ് അവർ വേർപിരിയുന്നത്. ഇൻഷാ അല്ലാഹ്
ഇമാം ഷാഫിയുടെ ചരിത്രത്തിലെ മറ്റു ഭാഗങ്ങൾ നമുക്ക് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം, മനസ്സിലാക്കാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.